തെക്കൻ കേരളത്തിൽ മഴ കനക്കുന്നു. പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള തീരങ്ങളിൽ ഇന്ന് മുതൽ മറ്റന്നാൾ വരെയും, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. ജില്ലകളിൽ ഗ്രീൻ അലർട്ടും ബാക്കി ജില്ലകളിൽ പിന്നെ യെല്ലോ അലർട്ടും ഉണ്ട്. അത് വടക്കോട്ടുള്ള പ്രദേശങ്ങളിലാണ്. അവിടെ തീരെ മഴയുടെ ഒരു സാധ്യത നമ്മളിപ്പോ ധരിക്കുന്നില്ല. നാളെ ഓറഞ്ച് അലർട്ട് മൂന്ന് സ്ഥലങ്ങളിലാണ് പറഞ്ഞിട്ടുള്ളത്. അത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലാണ്. മൂന്നിടത്താണ് നാളെ ഓറഞ്ച് അലർട്ട് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് റെഡ് അലർട്ട് പറഞ്ഞ സ്ഥലത്തും നാളെ ഓറഞ്ച് അലർട്ട് പറഞ്ഞ സ്ഥലത്തും പത്തനംതിട്ട ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ശബരിമലയിൽ പ്രത്യേക ജാഗ്രത വേണം എന്നുള്ളത് ജില്ലാ കളക്ടറോട് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. നാളെ ഉച്ചയ്ക്ക് ശേഷം പൊതുവെ സ്ഥിതിഗതികൾ ശാന്തമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം ജാഗ്രത വേണം. മൂന്നിടത്ത് റെഡ് അലേർട്ട് ഉണ്ട്. അപ്പം നമ്മൾ 3 ജില്ലകളിലേക്കും അലേർട്ടുകളുള്ള ജില്ലകളിലേക്ക് പോവുകയാണ്. ഇടുക്കിയിൽ നിന്ന് ജെയിനസ് രാജു ഉണ്ട്. ജെയിൻ, ഇപ്പം മഴയുണ്ടോ അവിടെ? ആര്യ, മഴയില്ല. രാവിലെ തൊട്ട് മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. പക്ഷേ ഇതുവരെ ശക്തമായ മഴ പെയ്തിട്ടില്ല. നേരിയ രീതിയിൽ ചാറ്റൽ മഴ മാത്രമാണ് ഉണ്ടായത്. അതായത് ഈ മുന്നറിയിപ്പുകൾക്ക് സമാനമായി അല്ലെങ്കിൽ അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള ഒരു മഴ ജില്ലയിൽ ഇതുവരെ പെയ്തിട്ടില്ല. ആകെ പെയ്ത ഒരു സ്ഥലം എന്ന് പറയുന്നത് പീരുമേടാണ്. പീരുമേടിൽ നേരിയ മഴ രാവിലെ മുതലുണ്ട്. പക്ഷേ രാവിലെ തൊട്ട് മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് ജില്ലയുടെ എല്ലാ മേഖലകളിലും. ഒരുപക്ഷെ വൈകുന്നേരം വീണ്ടും മഴ ശക്തമാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏതാണ്ട് രാത്രി വൈകിട്ട് ഒരു 6-6:30 ശേഷം മാത്രമാണ് ശക്തമായ മഴ പെയ്തത്. ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ മഴ ശക്തമാകാൻ സാധ്യതയുണ്ട്. ജില്ലയെ സംബന്ധിച്ച് നിലവിൽ ഡാമുകളുടെ കാര്യത്തിലൊന്നും ആശങ്കയില്ല. വലിയ ഡാമുകളായിട്ടുള്ള ഇടുക്കി ഡാമും മുല്ലപ്പെരിയാർ ഡാമും ജലനിരപ്പ് വളരെ താഴെയാണ്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലൊന്നും ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തേണ്ടി വരില്ല. ചെറിയ ഡാമുകളുടെയും ജലനിരപ്പ് സുരക്ഷിതമായിട്ടുള്ള അളവിൽ തന്നെയാണ്. 2 ദിവസം മഴ നീണ്ടു നിന്നാൽ പോലും പെട്ടെന്ന് ഷട്ടറുകൾ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കേണ്ടി വരില്ല. പക്ഷേ മലയോര മേഖലയിൽ അത് മഴ പെയ്താൽ മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ മരം വീണുള്ള അപകടങ്ങൾക്കും സാധ്യതയുണ്ട്. സ്വാഭാവികമായും ആ മേഖലയിൽ ജാഗ്രത പാലിക്കേണ്ട ഒരു സമയമാണ്. പ്രത്യേകിച്ച് ഒരു വിനോദസഞ്ചാര സീസൺ ആരംഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മലയോര മേഖലയിലേക്കുള്ള രാത്രി യാത്ര ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ആര്യ, ശരി. നമുക്കിപ്പം സ്റ്റെഫിൻ കൂടി ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, അലേർട്ടുകളൊക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 2 ദിവസം ശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ മത്സ്യബന്ധനത്തിന് പോകാനും വിലക്കുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ജയലക്ഷ്മി, പ്രത്യേകിച്ചും തിരുവനന്തപുരത്തിന്റെയൊക്കെ സ്ഥിതി എടുക്കുകയാണെങ്കിൽ മലയോര മേഖലയിൽ കൂടുതൽ ജാഗ്രത വേണമെന്നുള്ളത് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്നും നാളെയുമായി ശക്തമായ മഴ, ഒറ്റപ്പെട്ട ഇടിമിന്നലോട് കൂടിയുള്ള മഴയ്ക്കാണ് സാധ്യതയുള്ളത്. 5 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. അതോടൊപ്പം തന്നെ 4 ജില്ലകളിൽ, നേരത്തെ വാർത്തയിൽ സൂചിപ്പിച്ചതുപോലെ 4 ജില്ലയിൽ റെഡ് അലർട്ടും ഇപ്പോൾ നൽകിയിട്ടുണ്ട്. കാസർഗോഡും കണ്ണൂരും ഒഴിച്ചുള്ള ബാക്കി എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ഏതായാലും നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഉച്ചവരെയൊക്കെ തിരുവനന്തപുരത്ത് ഒരു നേരിയ തോതിലെങ്കിലും ചാറ്റൽ മഴ ഇങ്ങനെ ഇടതടവില്ലാതെ പെയ്യുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഏതായാലും 1-2 മണിക്കൂറായി മഴ തോന്നു നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. ഒപ്പം അല്പസമയം മുമ്പ് മന്ത്രി കെ രാജൻ ഈ കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിച്ച് മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് മലയോര മേഖലയിൽ കൂടുതൽ ജാഗ്രത വേണം. കിഴക്കൻ കാറ്റിന്റെ ഒരു പ്രശ്നം ഈ മലയോര മേഖലയിലൊക്കെ തന്നെ സ്ഥിതി രൂക്ഷമാക്കാനുള്ള സ്ഥിതി ഉണ്ട്. അതുകൊണ്ട് തന്നെ മലയോര മേഖലയിൽ പ്രത്യേക ശ്രദ്ധ വേണം. ഒപ്പം ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടൊക്കെ ഇപ്പോൾ രാത്രികാലത്ത് യാത്ര ഉണ്ട്. അപ്പോൾ മഴയൊക്കെ വന്ന സാഹചര്യത്തിൽ ഒരു ജാഗ്രത ആ കാര്യങ്ങളിലും വേണം. ഒപ്പം ശബരിമലയിലുള്ള പെയ്യുന്ന മഴയെ കൃത്യമായി തന്നെ നിരീക്ഷിച്ച് വരികയുമാണ്. അതോടൊപ്പം നാളെ ഉച്ചയോടുകൂടി ന്യൂനമർദ്ദം തെക്കൻ തമിഴ്നാടിന്റെ ഭാഗത്തേക്ക് പോകാനുള്ള സാധ്യതയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നാളെ ഉച്ചയ്ക്ക് ശേഷം മഴയുടെ ശക്തി കേരളത്തിൽ കുറയും. തമിഴ്നാട്ടിലായിരിക്കും കൂടുതൽ മഴ ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പം മഴ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് എറണാകുളത്തേക്ക് പോകാം. അരുൺ ശങ്കർ ഉണ്ട്. അരുൺ, പലയിടത്തും ഈ വേലിയേറ്റ പ്രശ്നമൊക്കെ ഉണ്ട്. എറണാകുളത്ത് ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷം എങ്ങനെയാണ്? മഴയുണ്ടോ അവിടെ? എന്തായാലും ഇപ്പം മഴയില്ല. ഇന്ന് രാവിലെ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വെയിൽ നല്ല രീതിയിൽ വന്നിട്ടില്ല. ഒരു കാറ്റൊക്കെ ഇപ്പം അടിക്കുന്നുണ്ട്. തണുത്ത അന്തരീക്ഷമാണ്. മഴ ഉടനെ പെയ്യാനുള്ള സാധ്യതയാണുള്ളത്. എന്തായാലും ഈ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ മുന്നൊരുക്കങ്ങളൊക്കെ ജില്ലാ ഭരണകൂടം നടത്തിയിട്ടുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു. വിവിധ ഏജൻസികൾക്ക് മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായി സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഫയർഫോഴ്സിനോട് സജ്ജമായിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ താഴ്ന്ന പ്രദേശങ്ങൾ
വേഗം വെള്ളം കയറാൻ സാധ്യതയുള്ള പ്രദേശങ്ങളൊക്കെ നിരീക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീരദേശ മേഖലയിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എല്ലാ തയ്യാറെടുപ്പുകളും ജില്ലാ ഭരണകൂടം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും അങ്ങനെ ശക്തമായ മഴ പെയ്തിട്ടില്ല എന്നുള്ളത് വളരെ ആശ്വാസകരമാണ്. പക്ഷേ തീരദേശ മേഖലയിലൊക്കെ ഇപ്പോൾ തന്നെ കടലാക്രമണം രൂക്ഷമാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെ പല മേഖലയിലും ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നാളെ പ്രവർത്തിക്കുമോ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും ഇക്കാര്യത്തിൽ ജില്ലാ ഭരണകൂടം മറ്റ് തീരുമാനങ്ങളിലേക്കൊന്നും പോയിട്ടില്ല. അതായത് അവധി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കൊന്നും പോയിട്ടില്ല. എല്ലാ സാഹചര്യങ്ങൾ നേരിടുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്താനാണ് നിലവിൽ എല്ലാ ഏജൻസികൾക്കും നൽകിയിരിക്കുന്ന നിർദ്ദേശം. ശരി, നമുക്കിപ്പം ഇനി നിതിൻ കൂടി ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന്. നിതിൻ, ആലപ്പുഴയിലെ മഴ എങ്ങനെയാണ്? നമുക്ക് സാധാരണ ചെറിയൊരു മഴ പെയ്താൽ തന്നെ വലിയൊരു ആശങ്ക ഉണ്ടാകുന്ന ഇടമാണ്. അപ്പോൾ എങ്ങനെയാണ് നിലവിൽ ആലപ്പുഴയിലെ അവസ്ഥ? മഴ കൂടുതലാണോ? എങ്ങനെയാണ്? തീർച്ചയായിട്ടും ചെറിയൊരു മഴയുണ്ടായാൽ പോലും വളരെയേറെ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു സ്ഥലമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആലപ്പുഴ എന്ന് പറയുന്നത്. ആലപ്പുഴയുടെ തീരപ്രദേശത്തുള്ളവർക്കും അതുപോലെ തന്നെ കുട്ടനാട് മേഖലകളിൽ താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവർക്കും ഇതിനോടകം തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകി കഴിഞ്ഞു. ഇതിലൊരു പ്രധാന കാരണമെന്ന് പറയുന്നത് ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് ജില്ലയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ മഞ്ഞ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ന് പക്ഷേ ഈ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചതിനനുസരിച്ചിട്ടുള്ള മഴയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതുവരെ ജില്ലയിൽ ലഭിച്ചിട്ടില്ല. പക്ഷേ രാവിലെ തൊട്ട് ഈ തുടർച്ചയായി മഴ പെയ്യുന്നുണ്ട്. പക്ഷെ അതിശക്തമായ ഒരു മഴ പെയ്യുന്നു എന്ന് പറയാൻ സാധിക്കില്ല. ഞാനിപ്പോൾ നിൽക്കുന്നതും ആലപ്പുഴയുടെ ഒരു തീരദേശ പ്രദേശത്താണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെയും അത്ര വലിയൊരു തിരമാല അടിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു കടൽ പ്രക്ഷോഭം ഉണ്ട് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ശക്തി അടിക്കുന്നുണ്ട് എന്ന് പറയാം വേണമെങ്കിൽ. അതുപോലെ തന്നെ ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെ സംബന്ധിച്ചാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നേരിടുക. ഈ ആലപ്പുഴയുടെ ലോവർ കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖലകളിൽ പെടുന്ന ആളുകളെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക. ഒരു 2 ദിവസം അടുപ്പിച്ച് മഴ പെയ്താൽ തന്നെ അവിടെ എല്ലാം വെള്ളം നിറയും. അതുപോലെ തന്നെ ആളുകൾക്ക് മാറി താമസിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കൊക്കെ വരും. അതുകൊണ്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിലെ ഇത്തരത്തിൽ തീരപ്രദേശത്ത് താമസിക്കുന്നവർക്കാണെങ്കിൽ കടലിൽ പോകരുത്, ഈ മീൻ പിടിക്കുന്നവരൊക്കെയാണ് കടലിൽ നൽകിയത്. അപ്പോൾ നാളേക്ക് പുറത്തേക്ക് പോകുന്ന ആളുകളുടെ ശ്രദ്ധയിലേക്കാണ് കയ്യിൽ കൂടെ കരുതാൻ മറക്കരുത്. ശ്രദ്ധ വേണം. മത്സ്യത്തൊഴിലാളികൾക്ക് മീൻ പിടിക്കാൻ പോകുന്നതിന് വിലക്കുണ്ട്, അതും ഓർക്കണം.